ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സച്ചിയോട് പറയാനുണ്ട്. പറഞ്ഞോളൂ സർ. ആരതി പറഞ്ഞ ആ തീയതിയില് ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഒരു സ്ഥലത്ത് ഒരു അപകടം നടന്നിട്ടുണ്ട്. വളരെ വേഗത്തിൽ വന്ന ഒരു കാറ് റോഡ് മുറിച്ച് കിടക്കുകയായിരുന്ന ഒരു സ്ത്രീയെ ഇടിച്ചിട്ടു. അവരോടൊപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ദാവീദ് എന്ന ആളാ സാറിനോടന്ന് രാത്രി കാര്യം പറഞ്ഞത്. ഇതറിഞ്ഞ ഉടനെ ഞാൻ അവിടെ എത്തി. ഈ ദാവീദിനെയും കൂട്ടി സംഭവ സ്ഥലത്ത് പോയി നോക്കി. അങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ടെന്ന് ആ സ്ഥലം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. കുറച്ച് ബ്ലഡ് സ്റ്റെയിനും കാറിന്റെ ഇൻഡിക്കേറ്റർ ചില്ലുകളും റോഡിലുണ്ടായിരുന്നു. അയാൾ പറഞ്ഞനുസരിച്ച് കാറ് തട്ടി വീണ ഉടനെ തന്നെ അവരുടെ ബോധം പോയിട്ടുണ്ട്. കാറിൽ വന്നവർ തന്നെ ആ സ്ത്രീയെ എടുത്ത് വണ്ടിയിലിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. കുഞ്ഞിനെയും അവർ കൊണ്ടുപോയി കാണണം. അപ്പോ എന്റെ കുഞ്ഞിനെ കുറിച്ചൊന്നും ദാവീദ് പറഞ്ഞില്ലേ? ഈ ദാവീദ് ജോലി ചെയ്യുന്ന പെട്രോൾ പമ്പിന്റെ മുന്നിലൂടെയാണ് കുഞ്ഞുമായി ആ സ്ത്രീ അപകടം സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് നടന്നുപോയത്. ഈ അപകടം നടന്ന സ്പോട്ട് ആ പെട്രോൾ പമ്പിന് കുറച്ച് മുന്നിലായിട്ടാണ്. ദാവീദ് ഈ അപകടം നേരിട്ട് കണ്ട ആളല്ല. അയാൾക്ക് അറിയാവുന്ന വിവരങ്ങൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ട്രാഫിക്കുള്ള ഒരു റോഡല്ല അത്. ഈ സംഭവം നടന്നതിന്റെ തൊട്ടപ്പുറത്തായി ഒരു പെട്ടിക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് സംഭവം നടക്കുന്ന സമയത്ത് തുറന്നിട്ടും ഉണ്ടായിരുന്നില്ല. ഇത്തരം കേസുകളിൽ ഇപ്പൊ പോലീസിനെ സഹായിക്കുന്നത് CCTV ക്യാമറകളാണ്. അന്ന് ആ ഏരിയയിലെങ്ങും CCTV ക്യാമറകൾ ഉണ്ടായിരുന്നില്ല. ഏത് ഹോസ്പിറ്റലിലേക്കാണ് സാർ കൊണ്ടുപോയത്? അത് അന്വേഷിക്കായിരുന്നില്ലേ? അത് ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷേ കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ല. അടുത്തൊരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലൊന്നും പറയാൻ കഴിയില്ല, ഒരു ഫാമിലി ഹെൽത്ത് സെന്റർ. അവിടെ ഈ പറയുന്ന പോലെ ആക്സിഡന്റ് കെയറും കാഷ്വാലിറ്റിയും ഒന്നും ഉള്ളൊരു സെറ്റപ്പ് അല്ല. രാത്രി ഡോക്ടേഴ്സും ഉണ്ടാവാറില്ല. പിന്നെ കുറച്ച് സൗകര്യങ്ങളുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉള്ളത് 12 കിലോമീറ്റർ അപ്പുറത്താണ്. അത് ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷൻ അല്ലാത്തതുകൊണ്ടും പരാതികളൊന്നും കിട്ടാത്തതുകൊണ്ടും പിന്നീട് അതിന് പുറകെ പോയില്ലെന്നതാണ് സത്യം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. താങ്ക് യു. ആ ശരി. സച്ചി, നമുക്ക് ആ ഹോസ്പിറ്റൽ വരെ പോയെന്ന് അന്വേഷിച്ചാലോ? അതേക്കുറിച്ച് ഓർത്ത് സച്ചി ടെൻഷൻ അടിക്കണ്ട. അവിടെ അന്വേഷിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ അവിടെ നിന്നുള്ള വിവരം കിട്ടും. സച്ചി ഒന്നുകൊണ്ടും നിരാശപ്പെടണ്ട. അർച്ചന സഞ്ചരിച്ച അതേ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്.